നമസ്കാരം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 16ാമത്തെ ചോദ്യം. ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി അല്പം അലക്കുകാരത്തിലേക്ക് വിനാഗിരി ഒഴിച്ചപ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതായി കണ്ടു. ഏത് വാതകത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതായത് ആ കുട്ടി അലക്കുകാരത്തിലേക്ക്, അലക്കുകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിലേക്ക് വിനാഗിരി ഒഴിച്ചപ്പോൾ, വിനാഗിരി എന്ന് പറയുന്ന ഒരു ആസിഡാണ്, അത് ഒഴിച്ചപ്പോൾ കുമിളകൾ ഉണ്ടാകുന്നത് കണ്ടു. അപ്പോൾ അലക്കുകാരത്തിൽ സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം എന്ന് പറയുന്നത്. സോഡിയം കാർബണേറ്റിൽ കാർബണേറ്റ് ഉണ്ട്. ഈ സോഡിയം കാർബണേറ്റും ഈ വിനാഗിരിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വരുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് സോഡിയം കാർബണേറ്റിൽ നിന്നാണ്. ഈ കാർബണേറ്റിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്. 17ാമത്തെ ചോദ്യം. സൾഫ്യൂരിക് ആസിഡിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ഓയിൽ ഓഫ് വിട്രിയോൾ. ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് ഓയിൽ ഓഫ് വിട്രിയോൾ. 18ാമത്തെ ചോദ്യം. വിനാഗിരിയിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എന്ത് നിറം ഉണ്ടാകും? വിനാഗിരിയിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ ചുവപ്പ് നിറമാണ് കാണുന്നത്. 19ാമത്തെ ചോദ്യം. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏത്? താഴെ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാതെ ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓക്സിജൻ ഉണ്ട്. കാരണം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞത് H2SO4. ഇതിൻ്റെ അകത്ത് 4 ഓക്സിജൻ ആറ്റം അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് HNO3. ഇതിൽ 3 ഓക്സിജൻ ആറ്റം അടങ്ങിയിരിക്കുന്നു. അടുത്തത് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് HCOOH. ഇതിൻ്റെ അകത്ത് 2 ഓക്സിജൻ ആറ്റം അടങ്ങിയിരിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് HCl. ഇതിൻ്റെ അകത്ത് ഓക്സിജൻ ആറ്റം ഒന്നും തന്നെ അടങ്ങിയിരിക്കുന്നില്ല. അതുകൊണ്ട് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 20ാമത്തെ ചോദ്യം. സോഡാജലത്തിൻ്റെ രാസനാമം? സോഡാജലം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ, ജലത്തിലേക്ക് ഉയർന്ന പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് സോഡാജലം ഉണ്ടാകുന്നത്. സോഡാജലം ഉണ്ടാകുന്നത് ജലത്തിലേക്ക് ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് സോഡാജലം ഉണ്ടാകുന്നത്. സോഡാജലത്തിൻ്റെ രാസനാമം എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് അതായത് H2CO3. ജലം എന്ന് പറയുന്നത് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരുമ്പോഴത്തേക്കും H2CO3. കാർബോണിക് ആസിഡ്. സോഡാജലത്തിൻ്റെ രാസനാമമാണ് കാർബോണിക് ആസിഡ്. 21ാമത്തെ ചോദ്യം. ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടമായ കൊയാഗുലേഷനിൽ ചേർക്കുന്ന രാസവസ്തു? ഉത്തരം ആലം. 22ാമത്തെ ചോദ്യം. മാർബിളിൻ്റെ രാസനാമം? ഉത്തരം കാൽസ്യം കാർബണേറ്റ്. 23ാമത്തെ ചോദ്യം. അഗ്നിശമനി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം? അഗ്നിശമനി എന്തിനാണ് ഉപയോഗിക്കുന്നത്? തീയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തീ കെടുത്താനാണ് അഗ്നിശമനി ഉപയോഗിക്കുന്നത്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് തീ അണയ്ക്കുന്നു. അതായത് അതൊരിക്കലും കത്താൻ വേണ്ടി സഹായിക്കുന്നില്ല. അപ്പോൾ അഗ്നിശമനി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 24ാമത്തെ ചോദ്യം. മഷി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ടാനിക് ആസിഡ്. പാഠഭാഗത്ത് വിവിധ തരം ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്
ഒരു പ്രിസർവേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിടാനും പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റ് സെറ്റാക്കാൻ വേണ്ടി ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തേത് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നതാണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നാലാമത്തേത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. അഞ്ചാമത്തേത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൽ നൈട്രജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് എന്ന് പറയുന്നത് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവസാനം കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർമ്മിക്കാൻ വേണ്ടിയാണ് കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നത്. 25ാമത്തെ ചോദ്യം, സോപ്പ് നിർമ്മാണത്തിൽ താഴെ പറയുന്ന ഏത് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. 26ാമത്തെ ചോദ്യം, ദഹനക്കേട് മാറുവാനായി നൽകാറുള്ള ആന്റാസിഡുകളിൽ അടങ്ങിയിട്ടുള്ള ഘടകം? ഉത്തരം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. 27ാമത്തെ ചോദ്യം, രക്തത്തിൻ്റെ pH മൂല്യം എത്ര? ഉത്തരം 7.4. 7.4 രക്തത്തിൻ്റെ pH മൂല്യം, അതായത് ന്യൂട്രൽ. 7 എന്ന് പറയുന്ന ന്യൂട്രലാണ്. ആ ന്യൂട്രലിനോട് അടുപ്പിച്ചാണ് രക്തത്തിൻ്റെ വാല്യൂ. രക്തത്തിന് കുറച്ച് ആൽക്കലി നേച്ചറുണ്ട്. ആ ആൽക്കലി നേച്ചർ നൽകുന്നത് H2CO3 അഥവാ കാർബോണിക് ആസിഡാണ്. 28ാമത്തെ ചോദ്യം, പിനാകിനി നിറച്ച ബീക്കറിലേക്ക് മുട്ടയിട്ടാൽ അത് ഉയരുകയും താഴുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കൊണ്ട്. 29ാമത്തെ ചോദ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനം. അതായത് ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ഒരു സാൾട്ടും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവീകരണം. നിർവീകരണം എന്ന് പറയുന്നത് ആസിഡും ആൽക്കലിയും തമ്മിൽ ചേർന്ന് ഒരു സാൾട്ടും ഒരു ജലവും ഉണ്ടാകുന്നതിനെയാണ് നിർവീകരണം എന്ന് പറയുന്നത്. നിർവീകരണത്തിലുണ്ടാകുന്ന സബ്സ്റ്റൻസ്, അതായത് സാൾട്ടും ജലവും അവസാനം ഉണ്ടാകുമല്ലോ, ഇതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. നിർവീകരണത്തിലൂടെ ഉണ്ടാകുന്ന ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും pH വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. 30ാമത്തെ ചോദ്യം, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കത്തുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന വാതകമാണ് ഹൈഡ്രജൻ.